ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ പേരഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു രേണുസുധിയുടെ ഫോട്ടോഷൂട്ട്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് എന്ന് പറയുന്നൊരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുമെന്ന് നേരത്തെ മുൻകൂട്ടി ഉറപ്പിച്ചിരിക്കുന്ന പരിപാടിയാണ്. അതായത് ഒരു പ്ലാൻഡ് പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അല്ലാതെ ഇതൊരു നാച്ചുറലി ഒരു ക്രിറ്റിസം വന്നിട്ട് അതിന് മറുപടി പറയുന്നതല്ല. എന്തായാലും നമുക്ക് ആ നാടകം ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രേണുസുധിയും ഡോക്ടർ മനു ഗോപിനാഥനും വിവാഹിതരായോ? ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ചൂടുപിടിച്ച ചർച്ച എന്നുള്ളത്. ചൂടുപിടിച്ച ചർച്ച. പ്രിയപ്പെട്ട ആങ്കർ എല്ലാ ബഹുമാനത്തോടും പറയാണ്, ചൂടുപിടിച്ച ചർച്ച ഈ വിഷയമേ അല്ല. ഇനി ഈ വിഷയത്തെക്കുറിച്ചാണ് ചർച്ചയെങ്കിൽ അത് ഇവർ വിവാഹിതരായോ എന്ന രീതിയിലല്ല, ഇവരെന്തിനാ ഉടായ്പ് കാണിച്ചെന്ന രീതിയില്ല. ഇവർ വിവാഹിതരായിരുന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വിമർശനം വന്നതായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവരോടൊപ്പം നിന്ന് സംസാരിച്ചാണ് കേട്ടോ. കാരണം അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്ന രീതിയിൽ. പക്ഷേ ഞങ്ങൾ വിവാഹിതരായി എന്ന രീതിയിൽ ഒരു ഗിമിക്ക് ഉണ്ടാക്കിയെടുക്കുകയും ആ ഗിമിക്ക് പ്രൊമോട്ട് ചെയ്യുകയും മനഃപൂർവ്വം നെഗറ്റിവിറ്റി വാരിക്കൂട്ടുകയും ചെയ്തതിന് ശേഷം നടത്തുന്ന ഈ പട്ടി ഷോ, ഈ നാടകം, ഇതൊന്നും അല്ല ഇവിടുത്തെ ട്രെൻഡിങ് ആയ വിഷയം. അല്ലാതെ ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും നിങ്ങളോട് എന്തായാലും എനിക്ക് ഒരു വിധത്തിലുള്ള ബഹുമാനക്കുറവില്ല. കാരണം നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം അത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഇനി ബാക്കി കാണാം. വിവാഹിതരായോ? വിവാഹിതരായിട്ടില്ല. ആയിട്ടില്ല. പിന്നെ എന്തായിരുന്നു ഫോട്ടോസ്? അതൊരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. അതായത് പാങ്ങപ്പാറ, നമ്മുടെ ട്രിവാൻഡ്രത്ത് ശ്രീകാര്യത്തിനടുത്ത് പാങ്ങപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് സിട്ര ബ്യൂട്ടി ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അവരുടെ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു അത്. അപ്പം അതിന്റെ ഫോട്ടോസ് പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഈ എന്താ പറയാ, ഈ ബ്യൂട്ടി പാർലറിന്റെ പരസ്യം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വെഡിങ് പോലെയുള്ള അവരുടെ മേക്കപ്പ് ആണല്ലോ അവർക്ക്. അതുകൊണ്ട് ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തത്. അത് ഫോട്ടോസ് പുറത്ത് വന്നപ്പോഴത്തേക്ക് വിവാഹം കഴിച്ചു എന്നുള്ള ഒരു സംഭവം വന്നു. ബ്യൂട്ടി പാർലറിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വെഡിങ് അല്ല. ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് എനിക്കറിയാൻ പാടില്ല. പല രീതിയിലുള്ള ബ്യൂട്ടി സർവീസസിൽ ഒന്നാണ് ബ്രൈഡൽ മേക്കപ്പ്. പക്ഷേ ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം എനിക്ക് തോന്നുന്നു അതല്ലാതെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡാൻസിനൊക്കെ മേക്കപ്പ് ഇടുന്നത് അതിനേക്കാളും കോസ്റ്റ്ലിയായ പൈസയാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ കൂടി വേറെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്തുകൊണ്ട് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഉടായ്പ കാണിച്ച മാത്രമേ ഉള്ളൂ. പിന്നെ വിവാഹിതരാണോ അല്ലേ എന്നുള്ള കാര്യം, ഇത് ഉടായ്പാണെന്ന് നിങ്ങൾ ഈ പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ഉടായ്പ പരിപാടിയാണെന്നുള്ളത്. പിന്നെ ഫോട്ടോഷൂട്ട്, ആ ഫോട്ടോയിൽ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമൊന്നും എനിക്കറിയില്ല കേട്ടോ. എൻ്റെ കണ്ണിനിട്ട് ചില കാഴ്ചകൾ, ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സിട്ര ബ്യൂട്ടി കെയറോ എന്ന സംഭവം ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. സാധാരണ ഇതിൽ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടാണെന്നുണ്ടെങ്കിൽ, ആ ഫോട്ടോയിൽ അല്ലെങ്കിൽ ആ ഫോട്ടോയ്ക്ക് കൊടുക്കുന്ന പ്രൊമോഷനിൽ എവിടെയെങ്കിലും നമ്മൾ ഏത് ടീമിന് വേണ്ടിയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കും. അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഏത് സർവീസാണ് പ്രൊമോട്ട് ചെയ്യുന്നത് കാണിക്കും. അതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചുക്കും ചുണ്ടാമ്പും ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇനി അതിന്റെ ബാക്കി ഞാൻ പിന്നെ പറയാം. ചേച്ചി എന്തൊക്കെ തലവേദന ബാക്ക് ടു ബാക്ക് വരുന്നതല്ലേ? അതെ, ഒന്ന് മാറുമ്പോൾ ഒന്ന്, അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. ചേച്ചിനെ പിന്നെ ഇതൊന്നും ബാധിക്കത്തില്ല, ഒരു ബാധ്യതയില്ല. അല്ല, ആ ആറ്റിറ്റ്യൂഡ് നല്ലതാണ്. ആ തലവേദനയെ ബാധിക്കില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ്. മറ്റു ചില വിഷയങ്ങളിൽ അതൊരു തലവേദനയായപ്പോൾ നമ്മൾ പറഞ്ഞത് അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, മുന്നോട്ട് പോകുന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന ചാന്തുപൊട്ടിൻ്റെ സോങ് റീമേക്ക് ചെയ്തത്, ഇതിനു മുമ്പ് നാടകത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ, അതല്ലാതെ ഇൻസ്റ്റാ റീൽ ചെയ്ത സമയത്തൊക്കെ ചെയ്ത ആ കാര്യത്തിലൊക്കെ ഒന്നും ഒരു വിഷയമല്ല. പക്ഷേ ഒരു തലവേദന ഉണ്ടാക്കിയെടുക്കുകയും ആ തലവേദനയാണേ എന്നെ തലവേദന എടുപ്പിക്കുന്നേ എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തതിന് ശേഷം എനിക്ക് ആ തലവേദന ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നത്, ഞാനതിന് വേറെ വാക്കൊന്നും പറയുന്നില്ല. രേണു, നിങ്ങൾ നെഗറ്റിവിറ്റി പ്രൊമോഷനിലേക്ക് പോകുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കാശുണ്ടാക്കും, പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് യാതൊരു ഗുണം ഉണ്ടാക്കില്ല. ഇതിനെ ബാക്കിയായിട്ട് അവസാനം പറയാം. ഇപ്പൊ എൻ്റെ അടുത്ത് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഞാനത് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ ഇത് മൂലം വരുന്ന പേരുദോഷവും ചീത്തപ്പേരും ഒന്നും ചില്ലറയല്ല, അത് സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ റെഡി ആയിരുന്നു. പക്ഷേ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം നമ്മളെ തേച്ചൊട്ടിക്കാം, പക്ഷേ ഈ തേച്ചൊട്ടിച്ചെടുത്ത് വടിച്ചെടുക്കുന്ന ഒരു വല്ലാത്തൊരു ലെവലിലോട്ട് നമ്മളെ ഒരു മെന്റൽ ഹറാസ്മെന്റ് ഒക്കെ. നമ്മൾ ഈ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോഴേ, നമ്മൾ മനുഷ്യരല്ലേ, ചില ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഒരു കൺട്രോൾ വിട്ടു പോകും. അങ്ങനെ എനിക്ക് തോന്നി. എൻ്റെ അമ്മോ, ആരാ തേച്ചത്? തന്നെത്താനെ കൊണ്ട് തേച്ചു വെക്കുക, തന്നെത്താനെ വടിച്ചെടുക്കുക, എന്നിട്ട് എന്നെ തേച്ചൊട്ടിച്ച് വടിച്ചെടുത്തേ എന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന് കരയുക. ആരും നിങ്ങളുടെ ഇതിനെ നോക്കി വന്നൊന്നുമില്ല. നിങ്ങൾ തന്നെ അതൊരു നെഗറ്റിവിറ്റി പ്രൊമോഷൻ കൊടുത്തു. ഇതിനു വേണ്ടി തന്നെ ചെയ്തത്, നിങ്ങൾക്ക് നെഗറ്റിവിറ്റിക്ക് വേണ്ടി തന്നെ ചെയ്തതാണെന്നുള്ളത് പിന്നുള്ള ഭാഗത്ത് രേണു തന്നെ പറയുന്നുണ്ട്. അത് ഞാൻ കേൾപ്പിച്ചു തരാം. അതോടെ നിൽക്കട്ടെ. സ്വയം ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം വന്നിരുന്നിട്ട് ഇരവാദം പറയാനുള്ള തൊലിക്കെട്ടി ഉണ്ടല്ലോ, സമ്മതിക്കണം. അതിനൊക്കെ ഇരുന്നു കൊടുക്കുന്ന രേണു ഒന്നും പറയാനില്ല. അതിന്റെ ഹാങ് ഓവറിലാണോ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്? എന്തായിരുന്നു ആ പോസ്റ്റിന് പിന്നിലുള്ള ചെയ്ത വികാരം? അത്രയും ഡൗൺ ആയി പോയോ മാനസികമായിട്ട്? അത് 1% അതിലുണ്ട്. എങ്കിലും അതിനേക്കാൾ ഉപരി കുറെ ആളുകൾ ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കണം, അല്ലെങ്കിൽ തകർന്നിരിക്കുകയാണെന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കണ്ടേ, അവർക്ക് വേണ്ടിയുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത്. ആരാണ് കുറെ ആളുകൾ? ഞാൻ തന്നെ. വേറെ ആരാ?
ഞാൻ തന്നെ എന്നെ ഡിപ്രഷനിലാക്കും, ഞാൻ തന്നെ ആൾക്കാരുടെ ഇത് നെഗറ്റിവിറ്റി കിട്ടാൻ വേണ്ടി ഓരോ കമന്റ് പോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഓരോ പോസ്റ്റ് ഇടും, എന്നിട്ട് തെറി കിട്ടുമ്പോൾ ഞാൻ തന്നെ ഡിപ്രസ്ഡ് ആവും, ഞാൻ തന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യും. ഒരു സീക്രട്ട് വിൻഡോ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവി ഉണ്ട്, പഴയൊരു മൂവിയാണ്, പഴയതല്ല, ഒരുപാട് പഴയതൊന്നുമല്ല, ഒരു 10-25 വർഷം 10-20 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു പടം. അതിലൊരാൾ തന്നെ കൊല്ലാൻ വരുന്ന ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു എഴുത്തുകാരനാണ്. സത്യത്തിൽ ഇയാൾ തന്നെ സങ്കല്പിച്ചെടുക്കുന്ന ഒരു സംഭവമാണത്. ആ സംഭവം പോലെയാണ് ഇപ്പം ഇയാൾ ചെയ്യുന്നത്. ഇയാൾ തന്നെ നിഴൽ യുദ്ധം എന്ന് പറയില്ല, സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്യുക, ആ സംഗതിയായി ചെയ്യുന്നത്. അതിന് ഇയാൾ ഉപയോഗിച്ചൊരു മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണു സുധി ഇതേപോലെ വിവാഹിതര എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു നെഗറ്റിവിറ്റി അതിനെ മാർക്കറ്റ് ചെയ്യുക, എന്നിട്ട് വന്നിരുന്ന് മോങ്ങാണ് ഞാൻ ഡിപ്രഷൻ അടിച്ചു പോയി മറ്റുള്ള സന്തോഷിക്കുകയാണെന്ന്. ഈ ഒരു വെഡിങ് ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു, വെഡിങ് ഫോട്ടോഷൂട്ട്. ആ ഫോട്ടോസ് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് നമ്മൾ നോർമലി കണ്ടിരിക്കുന്ന ബ്രൈഡ് ആ മാലയൊക്കെ ഇട്ട് നിങ്ങളുടെ ആ ഫോട്ടോസ് ഒക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന്റെ കൂടെയാണ് ആ ക്യാപ്ഷൻസും കൂടെ വന്നത്. അതിന്റെ ആ ഒരു റൈറ്റിംഗ്സ് വന്നപ്പോൾ ശരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ശരിക്കും അതൊരു മിസ്ലീഡിംഗ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അത് അങ്ങനെ തന്നെയല്ലേ എടുക്കുള്ളൂ. വളരെ വാലിഡായ ചോദ്യം, വളരെ വാലിഡായ ചോദ്യം. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ വിഷയത്തിൽ നിങ്ങളോട് എനിക്കൊരു ബഹുമാനം ഉണ്ടെന്ന്. ഏറ്റവും വാലിഡായ ചോദ്യമാണിത്. മനഃപൂർവ്വം അല്ലെങ്കിൽ കരുതിക്കൂട്ടി നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ, ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി കാണിച്ച ഒരു പൊറാട്ട നാടകമാണത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കോപ്പുമല്ല. എന്തായാലും മറുപടി കേട്ടോ, നല്ല രസമാണ് കേൾക്കാനായിട്ട്. അതായത് അതിനുള്ള മറുപടി ഞാൻ പറയാം. അതായത് ആ ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഒരു ടീം വർക്കാണ്. ഒരാള് 2 ആള് അങ്ങനെയുള്ള ഒരു ഇതല്ല, നമ്മുടെ ഒരു ടീം വർക്ക്. അപ്പം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സജഷനും ഐഡിയാസും ഒക്കെ ഉണ്ട്. അപ്പം മുൻപ് ഫോട്ടോ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയായിരുന്നു നമ്മൾ മോഡലിംഗ് ആയിരുന്നു, അതിന്റെ ഫോട്ടോഷൂട്ട് തന്നെ ആയിരുന്നു. പക്ഷേ ഇത് ആർട്ട് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട്, അതൊരു വലിയ കമ്പനി ഒന്നുമല്ല, ഒരു സ്റ്റാർട്ടപ്പ് പോലെ നമ്മൾ തുടങ്ങും. അപ്പോൾ ഈ ആർട്ട് വേൾഡിന് വേണ്ടിയിട്ട് നമുക്കൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാധനം ചെയ്യണം എന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം ഓരോരുത്തരും ഓരോരോ സജഷൻസ് ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും വെച്ചിട്ട് നമുക്കൊരു അഡ്വർടൈസ്മെന്റ് തന്നെ ചെയ്ത് തുടങ്ങാം എന്നുള്ളതായിരുന്നു. അതിന് നമ്മൾ ആദ്യമായിട്ട് സമീപിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ആണ് രേണുവിനെ വിളിക്കുന്നത്, രേണുവിനെ ആണ് നമ്മൾ ഫോക്കസ് ചെയ്തതെന്ന് ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും രേണുവിനെ അല്ല ആദ്യം നമ്മൾ സമീപിച്ചത്. ആദ്യം അന്ന് സ്റ്റാർ മാജിക്കിൽ നല്ല റീച്ചിൽ നിന്ന് അനുമോളയാണ്. അന്ന് അനുവിനോട് അത് സംസാരിക്കുമ്പോൾ അനു പ്രോജക്ട് വൈസ് ഒക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ട് അനു പറഞ്ഞു, അതിന് മുമ്പ് എപ്പോഴും അനു ചെയ്ത ഒരു അഡ്വർടൈസ്മെന്റ് മീൻസ് ഫോട്ടോഷൂട്ട് ആയിരുന്നു അത് ഇങ്ങനെ അനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള ലെവലിൽ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡായി. അതുകൊണ്ട് ഷീ വാസ് നോട്ട് റെഡി ടു ഡു ദാറ്റ്. ആ പ്രോജക്റ്റ് അങ്ങനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ രേണു ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. പല വഴിക്ക് പേരുദോഷം കേട്ടോണ്ട് ഇരിക്കുന്ന ഒരു കുട്ടി, പക്ഷേ ഭയങ്കര ബോൾഡായിട്ട് വന്നൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടിയിലേക്ക് പോയി കൂടാന്നുള്ള ഒരു സംഭവം വന്നു. രേണുവിനോട് ചോദിച്ചപ്പം സമ്മതിക്കത്തില്ല എന്ന് കരുതിയിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ചോദിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ സ്പോട്ടിൽ ഓക്കെ എന്നാണ് ആൻസർ വന്നത്. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഫർദർ പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് പോയി. പിന്നെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ രേണു ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ലാഗ് ആയി പോയത്. ഇല്ലെങ്കിൽ ഇതിന് മുമ്പേ തന്നെ ഇത് വരേണ്ടതാണ്. എന്തായിരുന്നു ചോദ്യം? സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ആരൊക്കെയാണെന്ന് പറയുന്നു, എനിക്കറിയില്ല, നമുക്കറിയില്ല, വെരിഫൈ ചെയ്തിട്ടില്ല എന്താണെന്നുള്ള കാര്യം, വെരിഫൈ ചെയ്യേണ്ട ആവശ്യവുമില്ല. ചോദ്യം ഇത് നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മിസ്ലീഡിംഗ് ആയിട്ടിട്ട പോസ്റ്റല്ലേ എന്നതാണ്. ഉത്തരം എന്തായിരുന്നു? ഞങ്ങൾ ഏതൊരു സ്റ്റാർട്ടപ്പ്, ഞങ്ങൾ അയാളെ കാസ്റ്റ് ചെയ്തു, ഇയാളെ കാസ്റ്റ് ചെയ്തു, ഇതിനു വേണ്ടി അതിനു വേണ്ടിയാണ് ഞാൻ ചോദിച്ചു, വന്നു, അപ്പോൾ അഭിനയിച്ചു. ഇതെങ്ങനെ എടുത്തതെന്നല്ല ചോദിച്ചത്, എന്തിനാണ് ഇതിട്ട് ആൾക്കാരെ പറ്റിച്ചതെന്നാണ് ചോദിച്ചത്. ഭയങ്കര സൈക്കോളജിസ്റ്റാണ്, സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. ചോദ്യത്തിന് ഉത്തരം പറയാതെ വളച്ചിട്ട് വേറെ വഴിക്ക് പോവുക. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇട്ടു എന്നങ്ങോട്ട് സമ്മതിച്ചാൽ പോരെ. എന്തിനാണെന്നറിയോ, ഞാൻ ഈ ഇത്രയും സാധാരണ ഇറലവൻ്റായ സംഭവം ഞാൻ കട്ട് ചെയ്ത് കളയാറുണ്ട്, ആൾക്കാർ വെറുതെ ബോറടിപ്പിക്കണമെന്ന് കരുതി. പക്ഷേ ഈ ഇറലവൻ്റായ സാധനം ഇതിനകത്ത് ഏറ്റവും ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പാണിത്. എന്തുകൊണ്ട് അത്രയും ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പ് ഇട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെയൊക്കെ ഇൻറ്റൻഷൻ ഇതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഉടായ്പാണെന്ന് മനസ്സിലാകാതെ സമ്മതിക്കില്ല. പക്ഷേ ഈ മറ്റേ ഇങ്ങനെ ചുറ്റി പശുവിനെ കൊണ്ടുപോയി തെങ്ങേ കെട്ടി, തെങ്ങിൻ്റെ മുകളിലേക്ക് ഒരു കമ്പി വലിച്ചിട്ടൊരു വേറൊരു മരത്തെ കെട്ടി, ആ മരത്തേലുള്ള മാങ്ങ ഉറച്ചെടുത്തു, എന്നിട്ട് അതുകൊണ്ട് അച്ചാറിട്ടു, എന്നിട്ട് ആ കുപ്പിയെക്കുറിച്ച് പറയുക. പശുവിനെ കുറിച്ചാണ് ചോദ്യം, അച്ചാറിട്ട കുപ്പിയെക്കുറിച്ച് മറുപടി. എന്നാ ഉടായ്പാട് ഇതൊക്കെ. എൻ്റെ ഇടയ്ക്ക് പറഞ്ഞാലും മറന്നുപോയി, പേരുദോഷം കേൾപ്പിച്ചു. കൊള്ളാം കേട്ടോ, ഭയങ്കരമായിട്ടുള്ള സമുദ്രമാണ്. ഇതിനു മുമ്പ് ഒരു പൊള്ളലേറ്റൊരു യുവതിയെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് നടത്തി, അതൊക്കെ നല്ല കാര്യമാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, എംപവർ ചെയ്യുകയാണ് അങ്ങനെയുള്ള ആളുകളെ എന്നാ. പേരുദോഷം കേൾപ്പിച്ച രേണു എന്താ പ്രയോഗം? നാട്ടിൽ പേരുദോഷം കേൾപ്പിക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെ ആണെന്ന് മനസ്സിലാക്കുക. രേണു നിങ്ങളും മനസ്സിലാക്കുക, നിങ്ങളെ സെലക്ട് ചെയ്തതിൻ്റെ ഒരു ക്രൈറ്റീരിയയാണ് ഈ പറയുന്നത്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. വിഡോയാണ്. അപ്പം ഞാൻ എന്തിട്ടാലും ആൾക്കാർക്ക് ഒരു 50% ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ്, 50% നമുക്ക് കൂടെ ഉണ്ട് കേട്ടോ. സോ എന്തായാലും നെഗറ്റീവ് കേൾക്കും, നെഗറ്റീവ് അല്ലാതെ കേൾക്കുന്നത്. ഞാനും ദാസേട്ടൻ കേൾക്കുന്ന കണ്ടില്ലേ, ഞാൻ ചോദിച്ചു കേൾക്കുന്ന ചോദിച്ചു നോക്കല്ലേ, കേൾക്കുന്ന കണ്ടില്ലേ, ഇതിലപ്പുറം കേൾക്കേണ്ടി വരും.
ഒന്നും കൂടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, സാർ ഓക്കെ ആണ്, ഞാൻ ഓക്കെയാണ്, രേണു ഓക്കെയാണ്, രേണു എനിക്കൊരു കുഴപ്പമില്ല, ഡേറ്റ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ ഓക്കെയാണ്. ആ ഇരവാദമൊക്കെ നിർത്ത്. ഇവിടെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കൂടി കരിവാരിത്തേക്കുന്ന പരിപാടി ഇപ്പം ചെയ്തത്. അതിനെക്കുറിച്ച് നിങ്ങൾ മറുപടി പറ. നിങ്ങൾ പറഞ്ഞല്ലോ ഒരു 50% ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ മുഖത്തൊരു കരിവാരിത്തേക്കുന്ന പരിപാടിയിൽ ഇപ്പോൾ ചെയ്തത്. നിങ്ങൾ വിടോയാണ്, അതുകൊണ്ട് ഒരു മുറിയിൽ അടച്ചിരിക്കണം, ഇതുപോലുള്ള എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഫ്രെയിം വർക്കിനെതിരെ സംസാരിച്ച ആളുകളാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്യുമ്പോൾ നാടക അഭിനയത്തിലേക്ക് വരുമ്പോഴൊക്കെ ഉണ്ടായ നെഗറ്റിവിറ്റി കമ്പനികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെ സംസാരിച്ച ആളുകൾക്കൊക്കെയുള്ള ഫീലാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ്. വിഡോയാണെന്നുള്ള കാർഡൊന്നും ഇതിൽ ഇറക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അത് വളരെ വളരെ ഇറലവൻ്റ് ആണ്. നിങ്ങൾ അത് വെച്ച് ഒരു നെഗറ്റിവിറ്റി എൻകാഷ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ അനന്തരഫലമാണിത്. അത് നിങ്ങൾ മനസ്സിലാക്കി. ഇനിയെങ്കിലും ഫ്യൂച്ചറിൽ ഇതുപോലുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു തോട്ട് മനസ്സിലുണ്ടാകണം. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കേട്ടതിലെ മാക്സിമം കേട്ടിരിക്കുന്ന ഇതാണ്. ഇനി ഇതിനപ്പുറം ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത് ഈ നെഗറ്റീവ് ആൾക്കാരെയാണ് ഇഷ്ടം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലുണ്ടല്ലോ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവർ നിർത്തുന്നു. പക്ഷെ അതല്ല സംഭവം. പക്ഷെ ഇതിന് വലിയ താങ്ക്സ് പറയേണ്ട വേറെ കുറച്ച് ആളുകളുണ്ട്. അല്ല, പ്രവർത്തിച്ചെന്നുള്ളതല്ല, നമുക്ക് പണി തന്ന കുറച്ച് ആളുകളുണ്ട്. കൈവിട്ടുപോയി. നാക്കിന്റെ ഇടയിൽ കിടക്കുന്ന സത്യം പുറത്തു വന്നല്ലോ. നെഗറ്റിവിറ്റി ഉദ്ദേശിച്ച് ചെയ്തൊരു സംഭവമാണ്. അതായത് നെഗറ്റിവിറ്റി പറയാൻ ആൾക്കാർ വരുമെന്നും അതുവഴി ഒരു ഫോൾസ് പ്രൊമോഷൻ ലഭിക്കുമെന്നും അതുവഴി ട്രെൻഡാകാമെന്നും വൈറലാകാമെന്നും ഒക്കെ ഉള്ള നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തത്. നിങ്ങൾ താങ്ക്സ് പറഞ്ഞപ്പോൾ അവരറിയാതെ നമ്മുടെ കൂടെ നിന്ന് അല്ലല്ല നെഗറ്റീവ് കമൻറ്റ് ഇട്ടവർ. കാരണം നിങ്ങളുടെ ഉദ്ദേശം അതായിരുന്നു. അതിലൂടെ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. രേണു, നിങ്ങൾക്ക് കുറച്ച് ബോധമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു. നെഗറ്റിവിറ്റി വിറ്റ് കാശാക്കാമെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നാടകാഭിനയമാണോ, ഇൻസ്റ്റാഗ്രാം റീലിംഗ് ആണോ, അല്ലെങ്കിൽ മോഡലിംഗ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രൊഫഷനായിട്ട് എടുക്കാൻ, അവിടെ നിങ്ങൾ ഈ നെഗറ്റിവിറ്റി പ്രൊമോഷൻ യാതൊരു വിധത്തിലും ഗുണം ചെയ്യാൻ പോകുന്നില്ല. ലേൺ ഫ്രം ദിസ് ഈസ് എ ലെസൺ ലേൺഡ് ഫോർ യു. എടുത്താൽ കൊള്ളാം, എടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, പറഞ്ഞു എന്ന് മാത്രം. തൊപ്പിക്കാരൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജ്, അതിൽ നിന്ന് നമ്മുടെ ഫോട്ടോസ് ഇട്ടിട്ട് ഒരു കൊളാബ് വന്നു. നമ്മൾ സാധാരണ FB-ലാണെങ്കിൽ അതിന്റെ ക്യാപ്ഷൻസ് മോളിൽ കാണാൻ പറ്റും. ഇൻസ്റ്റയിൽ താഴെ ആയതുകൊണ്ട് നമ്മൾ അത്രയും ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഈ നെഗറ്റീവ് കമന്റ്സ് കാണുന്നവർ നെഗറ്റീവ് കമന്റ്സ് എല്ലാം എടുത്ത് അയച്ചിരുന്നത് വായിച്ച് തന്നെ തളർന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ, പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണോ അതോ കമന്റ് ബോക്സ് ഓഫ് ചെയ്യണോ. പക്ഷേ അതൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ആ ക്യാപ്ഷൻ തിരുത്താം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മാത്രം ഐഡിയ അല്ല, നമ്മുടെ ഒരു ടീം വർക്ക് ആകുമ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു ഐഡിയ വെച്ച് രേണു സുധി മുതൽ രേണു മനു ഒരു 4 ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കുന്ന ഒരു ഈ ഇമോജി ഞാനാണ് ഇട്ടെന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെയും ഒരു പ്രശ്നം. ഇത് ഈ തൊപ്പിക്കാരൻ എന്ന് പറഞ്ഞ ആളുടെ സുനിൽ എന്തോണ് അദ്ദേഹത്തിന്റെ പേര്, ഞാൻ അതിൽ നോക്കുമ്പോൾ സുനിൽ, അതാണ് സുനിൽ കെ സുധീറോ, അങ്ങനെ എന്തോ പേര് എക്സാക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അതാണ് ആ അക്കൗണ്ട്. പുള്ളി എന്നെ കൊളാബ് ചെയ്തിട്ടുണ്ട്, രേണുവിനെ കൊളാബ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അത് സത്യമാണ്. പക്ഷെ നമ്മുടെ ഫോട്ടോസ് ഇട്ട് നമ്മളോട് കൊളാബ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു നെഗറ്റീവ് വരത്തില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലേ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ അടിയിലെ ക്യാപ്ഷൻ വായിച്ചില്ല എന്നുള്ളത് അതൊരു സത്യമാണ്. രേണു ചേച്ചി വായിച്ചില്ലായിരുന്നു. ഇല്ല, ഡോക്ടർ ചെയ്തപ്പോൾ ഞാൻ മറ്റേ പുള്ളിയെ കണ്ടില്ല. ഇത് ഡോക്ടർ ചെയ്യുന്നതെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പടാ ഉള്ള പിള്ളേരാണ്, ഒന്നും അറിയില്ല. അയ്യോ അവരെന്തോ ടാഗ് ചെയ്തപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇട്ടതാണ്. സത്യം പറ ഡോക്ടറെ, പ്ലാൻഡ് അല്ലേ ഈ ടാഗിങ് ഒക്കെ? സത്യം പറ, നിങ്ങളെ മനസാക്ഷി നിങ്ങളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ സത്യം പറ. ഞങ്ങൾക്കൊക്കെ മനസ്സിലായത് അങ്ങനെയാണ്. ഇതൊക്കെ ഫുള്ള് ഡ്രാമയാണ്. നിങ്ങൾ പോസ്റ്റ് ഇടുന്നു ഈ ക്യാപ്ഷൻ ഇട്ടിട്ട്, അതിന് പിന്നാലെ ഒരു വിധവയ്ക്ക് ഇങ്ങനെ ജീവിക്കാൻ പാടില്ല എന്തൊക്കെയാണോ കമൻറ്റ്, എന്തോ അവർ ഫോട്ടോഷൂട്ടിൽ എന്താ പ്രശ്നം, അവരടച്ചിരിക്കണമെന്നാണോ പറയുന്നത്, അതുപോലെ എന്തോ ഒരു കമൻറ്റ്. നിങ്ങളിതൊക്കെ പ്ലാൻഡായിട്ട് ചെയ്തതല്ലേ അല്ലേ? പിന്നെ ഒരു സംഭവം ടാഗ് ചെയ്യുമ്പോൾ ആരായാലും അത് റിവ്യൂ ചെയ്തിട്ട് ടാഗ് ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് അറിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് റിവ്യൂ ചെയ്യും. എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്, വായിക്കാൻ പറ്റിയില്ല, താഴ്ത്താണ്. ഇതൊക്കെ നല്ല രീതിയിൽ തീയിട്ടിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ വേഗാതെ അങ്ങനെ കിടക്കും ആ പരിപ്പ്. ഈ നേരത്തെ പറഞ്ഞ ഒരു കണ്ടിന്യൂറ്റി 2 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ബ്യൂട്ടി പാർലർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സത്യസന്ധമായ ഒരു ചോദ്യമാണ് കേട്ടോ. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ മറ്റൊരാൾ നമുക്ക് ഇവരുടെ സർവീസ് എടുക്കാം എന്ന് ചിന്തിക്കുമോ? സത്യസന്ധമായ മറുപടി എന്താ? കാണുന്നവരെ കൂടെ ഞാൻ ചോദിക്കുന്നത്. ഈ 2 ഫോട്ടോഷൂട്ട് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, നമ്മളുടെ കല്യാണത്തിന് നമ്മൾക്ക് ഈ പറഞ്ഞ എന്തോ സിട്രയോ അങ്ങനെ എന്തോ പറഞ്ഞത് ഇവരുടെ സർവീസ് എടുക്കാൻ കേട്ടോ. ഒരു ഫോട്ടോഷൂട്ട് കാണുമ്പോൾ കൊള്ളാമല്ലോ, നമ്മളെ കല്യാണത്തിന് ഇവരെ വിളിക്കാട്ടോ എന്ന് തോന്നണം. നമ്മളെങ്ങനെയാണ് നോക്കുന്നത്? ആ ഷൂട്ട് ചെയ്തതിൻ്റെ ഭംഗി, ആളുകളുടെ ഭംഗിയല്ല ഞാൻ പറയുന്നത്, ആ ഷൂട്ട് ചെയ്തെടുത്തതിൻ്റെ ഭംഗി, ആ ഫോട്ടോഗ്രാഫി, ആ വീഡിയോഗ്രാഫി, അല്ലെങ്കിൽ എത്ര നന്നായ രീതിയിൽ അവർ മേക്കപ്പ് ചെയ്തിരിക്കുന്നു, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ സർവീസ് എടുക്കണോ വേണ്ടെന്നുള്ളത്. ഞാൻ ചോദ്യം ആവർത്തിക്കുകയാണ്, ഈ ഫോട്ടോഷൂട്ട് കണ്ടാൽ ഏതാണ് ആ പാർലർ എന്ന് ആരെങ്കിലും ചോദിക്കുമോ?
അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ 50-50 ആളുകളുടെ ഒരു കാര്യം, 50% ആളുകളുടെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു. ഈ 50% ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു കാര്യം, ഒരു പക്ഷേ മിമിക്രി കലാകാരനായ സുധിയുടെ ഭാര്യ എന്ന നിലയിലായിരിക്കാം. പക്ഷേ ഞാൻ കരുതുന്നത് അത് നിങ്ങളുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ടല്ല. സമൂഹത്തിൽ ഇതേപോലെ ചില ചട്ടക്കൂടുകളിൽ ഒതുങ്ങിപ്പോയ സ്ത്രീകളുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള അവരുടെ സ്വപ്നങ്ങൾ, സമൂഹം എന്ത് പറയും, ആൾക്കാരെന്ത് പറയും എന്നോർത്തിട്ട് ആ സ്വപ്നങ്ങളെ ബലി കഴിച്ച് ഒതുങ്ങിക്കൂടിപ്പോയ സ്ത്രീകളുണ്ട്. നിങ്ങൾ ഓരോ കാര്യം ചെയ്തു വരുമ്പോൾ, നാടകമായാലും മറ്റേത് രീതിയായാലും, നിങ്ങളത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ട്, അതിൽ നിങ്ങൾ എക്സൽ ചെയ്യുന്നത്, അതൊക്കെ ഇങ്ങനെ അടച്ചു പൂട്ടപ്പെട്ട അല്ലെങ്കിൽ ആ ഷെല്ല് പൊട്ടിച്ച് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കൊരു പ്രചോദനമാകും എന്ന് കരുതിയിട്ടാണ് ഈ 50% ആളുകളിൽ പലരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ സപ്പോർട്ട് ഇതുപോലുള്ള നെഗറ്റിവിറ്റിക്ക് വേണ്ടി ഇല്ലാതാക്കരുത്. ഇത് 2010 ആ സമയത്ത് ഒരു സിൽസില എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങിയിരുന്നു. ആ പാട്ട് ട്രെൻഡാകാൻ കാരണം പാട്ടിൻ്റെ ക്വാളിറ്റി അല്ല, അതിൻ്റെ നെഗറ്റിവിറ്റിയാണ്. അതേപോലെ ഒരു നെഗറ്റിവിറ്റി കൊണ്ടല്ല നിങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മറ്റാൾക്ക് പ്രചോദനമാകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കേണ്ടത്. തിങ്ക് അബൌട്ട് ഇറ്റ്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.